ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും എപ്പോഴും കൊതിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഇഹ്സാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അഥവാ നന്മയിൽ വർത്തിക്കുക, നന്മയിൽ വർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇഹ്സാൻ എന്ന് പറയും. രണ്ട് തരത്തിലാണ് നമുക്ക് ഇഹ്സാനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, റബ്ബിനുള്ള ഇബാദത്തിലെ ഇഹ്സാൻ. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് പടപ്പുകളോടുള്ള ഇഹ്സാൻ. അഥവാ നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭർത്താവിനോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മളുമായി ബന്ധപ്പെടുന്ന ആളുകളോട് നന്മ ചെയ്യുവാനുള്ള ഒരു മനസ്സ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നിന്ന് നമ്മൾ എത്ര സമ്പാദിച്ചാലും ഒരു സമ്പത്തിന്റെ കണിക പോലും നാളെ ഒരാൾ പോലും കൊണ്ടുപോകുന്നില്ല. നമ്മൾ എങ്ങനെയാണ് ഈ ലോകത്തേക്ക് വന്നത്? ഒന്നുമില്ലാതെ, അല്ലേ? ഇനി എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്? ഒന്നുമില്ലാതെ. എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അഹ്സിനൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നിങ്ങൾ നന്മ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്ന ആളുകളെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. നന്മ ചെയ്യുന്ന ആളുകളെ റബ്ബിന് ഇഷ്ടമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, തീർച്ചയായും അല്ലാഹുവിന്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥാകുന്നു, ഏറ്റവും അടുത്താകുന്നു. നന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം പെട്ടെന്ന് കിട്ടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതോടൊപ്പം പരിശുദ്ധ ഖുർആനിലും നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സൽക്കർമ്മകാരികളാവുക. സനസീദുൽ മുഹ്സിനീൻ, സൽക്കർമ്മകാരികൾക്ക് നാം വഴിയേ കൊടുക്കും. അല്ലാഹുവിന്റെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ലംഘിക്കുന്നവനല്ല. പടച്ച റബ്ബ് പറയാണ്. അതുകൊണ്ട് നന്മയിൽ വർത്തിക്കുവാനും നന്മകൾ ചെയ്തു കൊടുക്കുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്.